അപ്പൊ രാവിലെ കാണാം. ഞങ്ങൾ പോയി കിടക്കട്ടെ. വെളുപ്പിനെ എഴുന്നേക്കാനുള്ളതല്ലേ. ചെല്ല്, പോയി കിടക്കും. എന്തൊരു മാറ്റോ രണ്ടിനും ഒന്ന് നോക്കി. അല്ലേലും എത്രയാന്ന് വെച്ചാൽ അവന്മാർക്ക് പിണങ്ങിയിരിക്കാൻ കഴിയ. അതെ, ആ ഇന്ദു കണക്കിന് ശകാരിച്ചു കാണും. അതാ രണ്ടും ഇങ്ങനെ ആയത്. അവളെ എല്ലാത്തിനും തെളിച്ചുള്ള പെൺകുട്ടിയാ. എന്തു പറഞ്ഞാലും ഇന്ദുവിനെ പോഴ്ത്തണമെന്ന് ചേച്ചിക്ക് വലിയ നിർബന്ധമല്ലേ? അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത്? ഇപ്പോഴും നിനക്ക് ആ പാവത്തിനോടുള്ള മുഷിപ്പ് മാറിയിട്ടില്ലേ? ഈ കല്യാണത്തിന് ഇവന്മാരെ കൊണ്ട് സമ്മതിപ്പിക്കാൻ അവളെടുത്ത് കഷ്ടപ്പാട് ചില്ലറയല്ല. അതൊക്കെ നേരായിരിക്കും എന്ന് പറഞ്ഞ് നാഴികയ്ക്ക് 40 വട്ടവും ഇന്ദുവിനെ പൊഴുത്തിക്കൊണ്ടിരുന്ന നമ്മുടെ പിള്ളേർക്ക് വ്യക്തിത്വം ഇല്ലാണ്ടാവില്ലേ ചേച്ചമ്മേ? അല്ലാതെ ഇന്ദുവിനോടുള്ള മുഷിപ്പല്ല. ആ, ഇനി പറഞ്ഞ് കാട് കയറാൻ നിൽക്കണ്ട, പോയി കിടക്കാം. വാ. ഇതുവരെ ചേച്ചമ്മ കിടന്നില്ലേ? ഉറങ്ങണമെന്ന് പറഞ്ഞു പോയതല്ലേ രണ്ടാളും? ഈ രാത്രിയിൽ ഇവിടെ ആരെങ്കിലും ഉറങ്ങുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ശിവ? തൂക്കം വിധിച്ചവരുടെ അവസാന രാത്രി പോലെയാ എനിക്ക് ഈ രാത്രി അനുഭവപ്പെടുന്നത്. അതെന്താ ചേച്ചമ്മേ ഇപ്പൊ അങ്ങനെയൊക്കെ തോന്നാൻ? മനസ്സ് അത്ര ഒരു വസ്തുവല്ലേ ശിവ? നമ്മൾ ആഗ്രഹിക്കുന്ന വഴിയല്ലല്ലോ അത് നമ്മളെ കൊണ്ടുപോവാ. മനസ്സ് പറയുന്ന വഴിയല്ലേ നമ്മളെ സഞ്ചരിക്കുന്നത്. അതുകൊണ്ടാവും വിചാരങ്ങൾ ഇങ്ങനെ മനസ്സിൽ മാറി മറിയുന്നത്. എന്നെ ഓർത്താണെങ്കിൽ ചേച്ചമ്മ ഇനി വിഷമിക്കണ്ട. അതെന്താ നിന്നെ ഓർത്ത് വിഷമിക്കേണ്ടാത്തത്? നീയും എനിക്ക് അവരെ പോലെ തന്നെയല്ലേ? അല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ജീവിക്കണമെന്ന മോഹം എന്നെ ഉപേക്ഷിച്ചവനാണ് ശിവനെന്ന് ചേച്ചിമ്മയ്ക്ക് അറിയാലോ. മോനെ, അതെ ചേച്ചമ്മേ, 100,000 ബിസിനസ് തിരക്കുകളിലേക്ക് ഞാൻ മനപ്പൂർവ്വം ഓടിയിട്ട് ഇറങ്ങിയതാ. ഒത്തിരി ബഹളങ്ങളിലേക്ക് ഒളിച്ചോടിയാൽ നമുക്ക് നമ്മളെ തന്നെ മറന്നുപോകാൻ എന്തെളുപ്പമാണെന്നറിയോ? പലരും സ്വയം മറക്കുന്നത് ഇങ്ങനെയൊക്കെയാണെന്നാ എനിക്ക് തോന്നുന്നത്. എന്തായാലും എൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാ. നീ പറയുന്നതിൽ നിന്നല്ല ഞാൻ എന്താടാ മനസ്സിലാക്കേണ്ടത്? ജീവിതം വേണ്ടാന്ന് വെക്കാനും മാത്രം എന്ത് വേദന നീ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ? ഇപ്പോഴെങ്കിലും നിനക്ക് എന്നോടൊന്ന് പറഞ്ഞൂടെ? ഒന്നുമില്ല ചേച്ചിയമ്മേ, ഒരു വേദനയും ഞാൻ ഒളിപ്പിച്ചിട്ടില്ല. ഒളിപ്പിച്ചതൊക്കെ ഞാൻ മറക്കാൻ ശ്രമിക്കാം. അതൊന്നും കുത്തിയിളക്കാൻ ഇപ്പം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എന്തോ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒഴിലുന്നതിൽ എനിക്കെന്ന് സന്തോഷമേ ഉണ്ടായിട്ടുള്ളൂ. അതേ സന്തോഷം അണഞ്ഞു പോകാണ്ടിരിക്കാനാ ഞാൻ മൈദ കെട്ടാൻ തീരുമാനിച്ചത്. നമ്മൾ അനുഭവിക്കുന്നതിനേക്കാൾ വലുതാണ് മറ്റുള്ളവർ നമ്മളെ കൊണ്ട് സന്തോഷിക്കുന്നത്. ഞാൻ അങ്ങനെയൊക്കെ ചേച്ചിയമ്മ ചിന്തിക്കുന്നത്. നീ പറയാതെ തന്നെ ഇതൊക്കെ ഞാൻ പലപ്പോഴും നോക്കിക്കണ്ടിട്ടുണ്ട്. കുഞ്ഞുനാള് മുതല് നീ അവന്മാർക്ക് വേണ്ടി എല്ലാം വിട്ടുകൊടുക്കുമായിരുന്നു. എത്ര വേദനിച്ചാലും അതെല്ലാം നീ ഉള്ളിൽ ഒതുക്കുമായിരുന്നു. എല്ലാം എനിക്കറിയാടാ. ഇപ്പോഴും ഞാൻ ഓർക്കുന്ന ഒരു രാത്രിയുണ്ട്. ദേവന് സുഖമില്ലാതെ വന്ന ആ രാത്രി. വേദന കൊണ്ട് പുളഞ്ഞു മറിയുന്ന ദേവനെ ആശുപത്രി കൊണ്ടുപോകുന്ന വഴിക്ക് വെച്ച് അന്ന് നമ്മുടെ വണ്ടി കേടായി.
ചേട്ടച്ചൻ അന്നിവിടെ ഇല്ല. ഞാനും പൊടിപ്പൊട്ട് പോലത്തെ വിഷ്ണു ഉണ്ട് കാറില്. എത്ര ശ്രമിച്ചിട്ടും വണ്ടി അനങ്ങാതെ വന്നപ്പോ നീ അവനെയും ചുമന്ന് ഇരുട്ടിലേക്ക് ഓടി ആ ഓട്ടം ദേ ഇപ്പോഴും എന്റെ കൺമുന്നിലുണ്ട്. ഒന്നും രണ്ടും അല്ല, 3 കിലോമീറ്ററാ നീ അവനെയും തോളിലെടുത്ത് ഓടിയത്. ഒടുക്കം ചേട്ടച്ചൻ വന്ന് ഞങ്ങളെയും കൂട്ടി ആശുപത്രിയിൽ എത്തുമ്പോ എന്റെ മോൻ ആ വരാന്തയിലെ ഭിത്തിയിൽ ചാരി നീ നിന്ന് നിപ്പുണ്ടല്ലോ, അതിന്നും എന്റെ നെഞ്ചിലുണ്ട്. ആ ഭിത്തിയിലൊട്ടി നിന്ന കൊച്ചു പയ്യനിൽ നിന്ന് നീ ഇതുവരെ എന്റെ ഉള്ളിൽ വളർന്നിട്ടില്ലടാ. പിന്നീട് മുതിർന്ന കോളേജ് കാലമൊക്കെ കഴിഞ്ഞ നീ ഇങ്ങനെ ആയിപ്പോയത്. തൊട്ടേനും പിടിച്ചനും ഒക്കെ ദേഷ്യം തുടങ്ങിയത്. പക്ഷെ എന്നിട്ടും നിന്റെ ഉള്ളില് ആരും കാണാത്തൊരു സ്നേഹം ഞാൻ കണ്ടു. അതുകൊണ്ടാ പലപ്പോഴും പല നേരങ്ങളിലും ഇവന്മാരൊക്കെ നിന്നെ വേദനിപ്പിക്കുമ്പോ ഈ ചേച്ചിയമ്മ നിനക്കൊപ്പം നിൽക്കുന്നത്. ചേച്ചമ്മേ, പ്രകടിപ്പിച്ച് പൂർണ്ണമായും ഫലിപ്പിക്കാൻ പറ്റാത്തൊരു വികാരമാണ് സ്നേഹം. അതുകൊണ്ടാ പലപ്പോഴും നമുക്ക് പലരെയും തിരിച്ചറിയാനാവാതെ പോകുന്നത്. ചേച്ചിയമ്മ നേരത്തെ പറഞ്ഞില്ലേ ഈ രാത്രി ഇവിടെ ആരും ഉറങ്ങില്ല എന്ന്. അത് സത്യമാണെന്ന് എനിക്കറിയാം. ഏറ്റവും കൂടുതൽ നിങ്ങളെക്കാൾ എട്ടുന്നത് മഹിത വന്നു കയറുന്ന കാര്യമല്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. മറിച്ച് അവളെപ്പോലെ ഒരുത്തിയെ കിട്ടുന്നതോടെ എൻ്റെ ലൈഫ് പൊലിഞ്ഞു പോകുന്ന ഓർത്തല്ലേ നിങ്ങളൊക്കെ വിഷമിക്കുന്നത്. അതും എനിക്കറിയാം. അതെ ശിവ, അതോർത്ത് തന്നെയാ ഇവിടെ എല്ലാരും ഉരുകുന്നത്. ചേച്ചമ്മേ, നിങ്ങൾ ഈ കാണിക്കുന്ന ടെൻഷനൊക്കെ സ്നേഹത്തിന്റെ മറുവശമാണ്. ഓരോ വട്ടം എന്നെ ചീത്ത പറയുമ്പോഴും കുഞ്ഞനായ വിഷ്ണുവിന്റെ ഉള്ളിൽ പോലും എന്നോടുള്ള സ്നേഹത്തിന്റെ ആഴം ഞാൻ തൊടുന്നുണ്ട്. അതുകൊണ്ട് ഇതുവരെ അവരോട് ഒരു പിണക്കവും തോന്നിയിട്ടില്ല, ഇനി അങ്ങോട്ട് തോന്നുകയില്ല. ഓരോ നിമിഷവും എല്ലാരെയും കൂടുതൽ കൂടുതൽ സ്നേഹിച്ചു പോവുകയാണ്. അതുകൊണ്ട് തന്നെ എന്റെ ജീവിതം നഷ്ടമായാലും ഞാൻ നിരാശപ്പെടില്ല. മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ഇല്ലാതാവുന്നത് മഹാഭാഗ്യമല്ലേ. പിന്നെ മഹിതയിൽ നിന്ന് ഒരിക്കലും ഒരു ദുരന്തം ഈ കുടുംബത്തിനുണ്ടാവില്ല. അതുണ്ടാവാതെ നോക്കാനുള്ള കരുത്ത് എനിക്കുണ്ട്. ചില ശരികളൊക്കെ വൈകിയേ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതുപോലെയാ എൻ്റെ ശരികളും. ഇന്ന് തന്നെ ചേച്ചിയമ്മ കണ്ടില്ലേ അവരെന്നോട് കാണിച്ച സ്നേഹം. വിഷ്ണു എന്നെ തൊട്ടിരുന്നപ്പോ എനിക്കെന്താ ആശ്വാസമായെന്നറിയോ. അവർ ഈ ഏട്ടനെ തിരിച്ചറിഞ്ഞു തുടങ്ങി ചേച്ചിയമ്മേ. എല്ലാം എന്റെ പ്രാർത്ഥനയുടെ ഫലമോനെ. എന്താടാ ഇതുവരെ കിടന്നില്ലേ നീ? ചേട്ടനവിടെ? റൂമിലുണ്ട്. മക്കളെന്താ ഈ നേരത്ത് വന്നത്? വെളിച്ചം കണ്ടപ്പോ ശിവേട്ടൻ കിടന്നില്ലെന്ന് മനസ്സിലായി. അപ്പോഴാണ് കല്യാണ ഡ്രസ്സിന്റെ കാര്യം ഓർത്തത്. ഏട്ടാ, എന്റെ ഉടുപ്പുകൾ തരാമോ? തരാമോന്നോ? അവന്റെ ഒരു ചോദ്യം കേട്ടില്ലേ ചേച്ചമ്മേ? പിന്നെ നിനക്ക് തരാൻ വേണ്ടി അല്ലടാ ഏട്ടൻ അത് മേടിച്ചത്. ഇതാ ഇപ്പൊ തരാം. എന്ത് താങ്ക്സ്? ചേച്ചിയമ്മ, ഗുഡ് നൈറ്റ്. ഏട്ടാ,
അറിയാതെ ഞാൻ അറിയാതെ നീ ആനെ ചുട്ടു തിന്നു. ഒന്ന് പോയടാ നീ മനുഷ്യനെ മെനക്കെടുത്താൻ. ഏട്ടാ, അതെ, ഡ്രസ് എനിക്ക് ഇഷ്ടായോ? ഏട്ടന്റെ സെലക്ഷൻ അല്ലേ? ഇഷ്ടായി, ഒരുപാട് ഇഷ്ടായി. ഇപ്പൊ എന്റെ ഹൃദയത്തിന് എന്ത് സമാധാനം ഉണ്ടെന്നോ. നിങ്ങളൊക്കെ തമ്മില് പരസ്പരം സ്നേഹിക്കുന്നത് കാണാനാ ചേച്ചിമ്മ ആഗ്രഹിക്കുന്നത്. കണ്ടില്ലടാ അവന്റെ മാറ്റം. നിനക്കറിയോ ശിവ, അവൻ എത്ര സില്ലിയാണെന്ന്? എടാ, എന്തുമാത്രം സ്നേഹം അവന്റെ ഉള്ളിലുണ്ടെന്ന് നിനക്കറിയോ? അറിയാം ചേച്ചമ്മേ, നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാൾക്ക് നമ്മളോട് ഏറ്റവും അധികം പിണങ്ങാൻ സാധിക്കൂ. ചിലപ്പോ തൊട്ടതിനും പിടിച്ചതിനൊക്കെ അവര് പൊറുപുറത്തോണ്ടിരിക്കും. ചിലപ്പോ അവരുടെ ഉള്ളിലെ സ്നേഹമാണ് അവരെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത്. ഒരിക്കലും സ്ഥായിയായി പിണങ്ങിയിരിക്കാനൊന്നും അത്തരക്കാർക്ക് കഴിയില്ല. ഇതിനേക്കാൾ വലുതല്ലേ ചേച്ചമ്മേ നിങ്ങൾ ഊട്ടിത്തന്ന സ്നേഹത്തിന്റെ ഓരോ ചോറൂരളയും. അതിന്റെ രുചി ഇങ്ങനെ നാവിൽ പറ്റിക്കിടക്കുന്ന കാലത്തോളം ഞങ്ങൾ എങ്ങനെ തമ്മിലകലാനാ? ചെല്ല്, സമാധാനമായിട്ട് ചേച്ചിയമ്മ കിടന്നുറങ്ങി. വന്നേ, എണീക്ക്. ചെല്ല്. നിലാവത്ത് അഴിച്ചുവിട്ട കോഴിയെ പോലെ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടന്നാ മതി ഗൗരി. നിനക്ക് കിടക്കാനും വേണ്ടേ? ഞാൻ അന്വേഷിച്ചു വരാൻ തുടങ്ങായിരുന്നു. ഞാൻ ശിവന്റെ മുറിയിലുണ്ടായിരുന്നു. ഉറക്കം വരാത്തോണ്ട് ഓരോന്നും മിണ്ടിയും പറഞ്ഞൊക്കെ അങ്ങനെ ഇരുന്നു. കൊള്ളാം. നിനക്കുറക്കം വരാത്തതിന് ബാക്കിയുള്ളവരുടെ ഉറക്കം കെടുത്തുന്ന എന്തിനാ? പ്രത്യേകിച്ച് ആ ശിവന്റെ. നാളെ പെണ്ണ് കെട്ടാൻ പോകുന്ന ചെക്കനാവൻ. വെറുതെ അതിന്റെ ഉറക്കവും പോയി. എന്റെ ഗൗരി, നിന്നെ ഞാൻ സമ്മതിച്ചു. ആവശ്യമുള്ളിടത്ത് ഒരു പക്വതയും നിനക്കില്ല. മഹിയുടെ വെറുതെ വഴക്ക് പറയണ്ട. ഞാൻ ചെല്ലുമ്പോ ഉറക്കമില്ലാതെ അവനവിടെ ഇരിക്കായിരുന്നു. ഏതായാലും മനസ്സ് തണുക്കാതെ മനുഷ്യന് സ്വസ്ഥായിട്ട് ഉറങ്ങാൻ പറ്റുമോ? അത് നിന്റെ തോന്നലാ ഗൗരി. മനസ്സിന്റെ ചൂട് കുറഞ്ഞിട്ട് ഒരാൾ ഉറങ്ങാൻ പോകുന്നില്ല. മനസ്സെന്ന സാധനം ഇങ്ങനെ എപ്പോഴും ചുട്ടുപഴുത്തോണ്ടിരിക്കും. ആദ്യമൊക്കെ ആ ചൂട് നമ്മൾ അറിയും. പിന്നെ അത് ശീലമാവുമ്പോ അറിഞ്ഞതായി നടിക്കാതെ കിടന്നുറങ്ങും. അതാ അതിന്റെ ഒരു പ്രോസസ്. മഹിയേട്ടൻ നിർവചിക്കുന്നത് പോലൊന്നും ജീവിതത്തെ പറയാൻ എനിക്കറിയില്ല. പക്ഷേ ഇന്നത്തെ പോലൊരു സമാധാനം ഈ അടുത്ത കാലത്തൊന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല. അതെന്താ പെട്ടെന്നൊരു സമാധാനം? ദൈവം നേരിട്ട് നിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടോ? നേരിട്ട് തന്നെ പ്രത്യക്ഷപ്പെട്ടു. എങ്ങനെ? നീ എന്താ ഈ പറയുന്നേ? സ്നേഹത്തിന്റെ രൂപത്തിൽ. അപ്പൊ സ്നേഹത്തിന് രൂപങ്ങളുണ്ടല്ലേ? ഉണ്ട് മഹിയേട്ടാ. നമ്മളൊക്കെ സ്നേഹത്തിന്റെ പ്രതിരൂപങ്ങളെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഞാനും ശിവനും കൂടി സംസാരിച്ചോണ്ടിരിക്കെ വിഷ്ണു അങ്ങോട്ട് വന്നു. എന്തിന്? ശിവൻ അവനു വേണ്ടി വാങ്ങിയ വസ്ത്രം തിരിച്ചു വാങ്ങാൻ. അത് നന്നായി. ആ വസ്ത്രങ്ങൾ എന്തുമാത്രം മോഹത്തോടെയാവും ശിവൻ വിഷ്ണുവിന് വേണ്ടി വാങ്ങിയിട്ടുണ്ടാവുക. അതൊന്നും ചിന്തിക്കാതെ എന്റെ മുന്നിൽ വെച്ചല്ലേ വിഷ്ണു ശിവന്റെ മുഖത്തേക്ക് എറിഞ്ഞു കൊടുത്തത്. ഞാൻ എന്തുമാത്രം വിഷമിച്ചു പോയ രംഗമായിരുന്നോ അത്. ആ എന്റെ മുന്നിൽ വെച്ച് തന്നെ ദൈവം അവനെ കൊണ്ടത് തിരികെ വാങ്ങിപ്പിച്ചു. എന്റെ കുഞ്ഞുങ്ങള് തമ്മിൽ സ്നേഹത്തോടെ സംസാരിക്കുന്നത് കണ്ടിട്ടാ മഹിയേട്ടാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. അതിന്റെ സമാധാനം എനിക്കിപ്പോ ഉള്ളത്. അല്ലേലും എല്ലാം കലങ്ങി തെളിയുന്ന എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. അറിഞ്ഞവർ തമ്മിൽ അധികം ഒന്നും പിണങ്ങിയിരിക്കാൻ കഴിയില്ല ഗൗരി. പരസ്പരം അറിയാത്തിടത്ത പ്രശ്നം.
അത് നേരാണെന്ന് ഇന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. പക്ഷേ നമ്മൾ അറിയാത്ത എന്തോ ഒന്ന് ശിവന്റെ മനസ്സിലുണ്ട് മഹേട്ടാ. അതവനെ വല്ലാതെ അലട്ടുന്നുണ്ട്. എന്തുണ്ടെന്ന്? ഉണ്ടെങ്കിൽ തന്നെ അത് ഈ ബന്ധത്തെക്കുറിച്ചായിരിക്കും. അതിന്റെ പേരിൽ ശിവനെ എന്തലട്ടിയാലും അത് നമ്മളാരും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഇത് അവൻ തന്നെ കുഴിച്ച കുഴിയ. സ്വയം തോണ്ടി വെച്ച അത് തോണ്ടിയവൻ തന്നെ അനുഭവിച്ചോളും. ഏട്ടൻ പറയുന്നത് പോലെ മഹിതയെ കെട്ടുന്നതിൽ അവൻ ഇപ്പോഴും വേവലാതിയില്ല. അതവൻ ഇഷ്ടപ്പെട്ട് തന്നെയാ ചെയ്യുന്നത്. പക്ഷെ അവന്റെ സംസാരത്തിൽ വേറെന്തോ ഒരു ദുഃഖം എനിക്ക് ഫീൽ ചെയ്തു. ചോദിച്ചിട്ട് അവൻ ഒന്നും പറഞ്ഞില്ല. തന്നെയല്ല, ശിവന്റെ പെരുമാറ്റം മഹേട്ട ശ്രദ്ധിച്ചില്ലേ? ബിസിനസ്സിൽ കാണിക്കുന്ന സൂക്ഷ്മതയൊന്നും സ്വന്തം ജീവിതത്തിൽ അവനില്ല. നമ്മളോടൊക്കെ ആണെങ്കിലും തോന്നും പോലെയാണ് അവന്റെ പെരുമാറ്റം. പഴയ ശിവൻ അങ്ങനെ അല്ലായിരുന്നല്ലോ മഹേട്ടാ. ഗൗരി, നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എന്നെ കൂടി ബേജാറിലാക്കല്ലേ. പെരുമാറ്റം അവന്റെ എന്നല്ല, ആരുടേതും പ്രായം ചെല്ലുന്ന അനുസരിച്ചും സാഹചര്യങ്ങൾക്കനുസരിച്ചും ചേഞ്ച് ആവുന്നതല്ലേ. അത്രേ ഉള്ളൂ അവന്റെ കാര്യവും. അങ്ങനെയല്ല മഹേട്ടാ. ഇന്നിപ്പോ അവനുമായി ഞാൻ സംസാരിക്കുന്നതിനിടെ അവനൊരു വാക്ക് പറഞ്ഞു. എന്തു വാക്ക്? ബഹളത്തിലേക്കും തിരക്കിലേക്കും ഒക്കെ ഒളിച്ചോടിയ നമുക്ക് നമ്മളെ തന്നെ മറക്കാന്ന്. അതവൻ വെറുതെ ഒരു ഫിലോസഫി പറഞ്ഞതാവും. അതൊക്കെ അവനിത്തിരി കൂടുതലാന്ന് നിനക്ക് അറിയാവുന്നല്ലേ. ഇതവൻ ഫിലോസഫി പറഞ്ഞതല്ല. അവൻ അവനെ തന്നെ മറക്കാൻ വേണ്ടിയാ ഈ തിരക്കുകളിലൊക്കെ ഇടപെടുന്നെന്ന് എന്നോട് എടുത്തു പറഞ്ഞു മഹിയേട്ടാ. അതീ ഏട്ടൻ എന്താ മനസ്സിലായേ? അങ്ങനെ ചോദിച്ചാ അവനെന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്കും തോന്നുന്നു. അതാ ഞാൻ പറഞ്ഞത്, അവനെ എന്തോ അലട്ടുന്നുണ്ടെന്ന്. ഇനി അതാവും അടുത്ത ടെൻഷൻ. എന്റെ ഗൗരി, ഒരു ടെൻഷനിൽ നിന്ന് നീ എഴഞ്ഞു തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും അടുത്ത ചുമലി കേറ്റല്ലേ, നീ ഇല്ലാതായി പോവും. എന്താ ചെയ്യേണ്ടെന്ന് എനിക്ക് ഒരു നിശ്ചയമില്ല. നീ ഒന്നും നിശ്ചയിക്കണ്ട, ഒക്കെ ദൈവം നിശ്ചയിച്ചോളും. ചേച്ചിയമ്മേ, ആ എന്താടാ? എന്റെ ശിവ, നിനക്ക് നാളെ പെണ്ണ് കെട്ടാനുള്ളതല്ലേ? അതെന്ത് ചോദിച്ചേട്ടച്ചാ? അതെന്റെ സ്വപ്നമല്ലേ. ഞാനൊന്ന് ചേച്ചിയമ്മയെ കാണാൻ വന്നാ. ഓ, അത് ശരി. എന്താ മോനെ? ദേ, നേരത്തെ വന്നപ്പോ ഞാൻ തരാൻ മറന്നുപോയി. എന്താടാ? ദാ, എന്തിനാടാ ഇതിനൊക്കെ കാശ് കളഞ്ഞത്? ആവശ്യത്തിൽ കൂടുതൽ ആഭരണങ്ങളൊക്കെ എനിക്കില്ലേ? അതൊക്കെ ഉണ്ടാവും. എന്നാലും ഇതൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആയിട്ട് കൂട്ടിയാൽ മതി. എന്റെ അമ്മയ്ക്കുള്ള ഗിഫ്റ്റ്. അപ്പോ സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇനി ഇതിനും കണ്ണു നിറയ്ക്കണോ? ഇതോ മനസ്സറിഞ്ഞു തന്നല്ലേ? മനസ്സറിഞ്ഞു തന്നതല്ല, അവന്റെ മനസ്സ് തന്നെ തന്നത്. എന്റെ ഇന്ദുമോൾക്ക് അമ്മ അച്ഛൻ്റെ അടുത്തേക്ക് പോവാണ്. നിന്നെ മാത്രം ഒറ്റയ്ക്കാക്കി പോകുന്ന തോർക്കുമ്പോ അമ്മയ്ക്ക് വലിയ വിഷമമുണ്ട്. പക്ഷേ കാർത്തൂനെ ഓർത്ത് എനിക്ക് സങ്കടമില്ല. കാരണം അവൾക്ക് ഇന്ന് ഉണ്ണിയുടെ കൂട്ടുണ്ട്. നിന്നോടും നിന്റെ അച്ഛനോടും വലിയ ചതി ചെയ്ത ഒരമ്മയാ ഞാൻ. നിങ്ങളെന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച നമ്മുടെ കാർത്തൂവിനെ സൂക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അവളിന്ന് ഗർഭിണിയാണ്. ഒരമ്മ എന്ന നിലയിൽ എന്നെ ന്യായീകരിക്കാൻ എനിക്ക് തന്നെ കഴിയില്ല. കാരണം അവളുടെ വഴിവിട്ട പോക്ക് നിന്നെ അറിയിക്കാൻ എനിക്ക് പറ്റിയില്ല. ഒരുപാട് വട്ടം
ഞാനത് മോളോട് പറയാൻ ഒരുങ്ങിയതാ. പക്ഷെ അപ്പോഴൊക്കെ മരിച്ചു കളയുമെന്ന് പറഞ്ഞ് കാർത്തുവിനെ ഭയപ്പെടുത്തി. ഒരിക്കലും വഴിതെറ്റില്ലെന്ന് പലവട്ടം ഉറപ്പു തന്നു. അതൊക്കെ വിശ്വസിച്ച് ഞാൻ മരമണ്ടിയാണെന്ന് ഇന്നാ ഞാൻ അറിഞ്ഞത്. എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുകയുള്ളൂ. ജീവിതം വഴിമുട്ടിപ്പോയ ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥ പുറമേ നിൽക്കുന്നവർക്കറിയാൻ കഴിയില്ല. ആരോടും ഒന്നും പങ്കുവയ്ക്കാനാവാത്ത നിസ്സഹായാവസ്ഥയിൽപ്പെട്ടു പോകുന്ന എന്നെപ്പോലുള്ള ചില മനുഷ്യരും ഈ ഭൂമിയിലുണ്ട്. അവരൊക്കെയാണ് ഒടുക്കം ആത്മഹത്യ ചെയ്ത് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്നത്. അതുകൊണ്ടാണ് അമ്മയും ഈ വഴി തെരഞ്ഞെടുക്കുന്നത്. എന്റെ പൊന്നുമോളെന്നെ ശപിക്കരുത്. നിന്റെ അനിയത്തിയെ നീ കൈവിട്ട് കളയരുത്. അവളെ നീ രക്ഷിക്കണം. ഒരിക്കൽ കൂടി എന്റെ വീഴ്ചകൾക്ക് മാപ്പ് ചോദിച്ചുകൊണ്ട് നിർത്തുന്നു.